പാറക്കടവ് പാലം, കടലുണ്ടിപ്പുഴയ്ക്ക് കുറുകെയുള്ള പാറക്കടവ് പാലം തിരൂരങ്ങാടി മൂന്നിയൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഏകദേശം 60-65 വർഷങ്ങൾക്ക് മുമ്പ് പണികഴിപ്പിച്ചതാണ്. ഏറെ കാലപ്പഴക്കമുള്ള ഈ പാലം ഇന്ന് അപകടാവസ്ഥയിലായിരുന്നു. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനങ്ങളുടെ ആശങ്ക അറിയിച്ചുകൊണ്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് നൽകിയ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മഞ്ചേരിയിൽ നിന്നും തിരൂരിൽ നിന്നും പരപ്പനങ്ങാടിയിൽ നിന്നുമുള്ള PWD ബ്രിഡ്ജ് വിഭാഗത്തിൻ്റെ ഉദ്യോഗസ്ഥർ വന്ന് സ്ഥലം പരിശോധിച്ചു. സ്ഥലം പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിലാവശ്യമായ നടപടിക്രമങ്ങൾ, അതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്യാമെന്ന് പറഞ്ഞ് അവരതിൻ്റെ അളവുകൾ കാര്യങ്ങളൊക്കെ എസ്റ്റിമേറ്റ് എടുത്ത് പോയിട്ടുണ്ടെന്ന്. ഇവിടുത്തെ ജനങ്ങളുടെ ആശങ്ക പറയാൻ കാരണം, കൂരിയാട് നാഷണൽ ഹൈവേ തകർന്നതിന് ശേഷം വലിയ വാഹനങ്ങൾ, ഹെവി വെയിറ്റുള്ള വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നത്. അതോടൊപ്പം തന്നെ ഇനി കൂരിയാട് റോഡ് ശരിയായാലും ചമ്രോട്ടം വഴി എറണാകുളത്തേക്ക് പോകുന്ന, തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ ഇതിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഏകദേശം ഒരു 35-40 കിലോമീറ്റർ ലാഭം കിട്ടുന്ന രീതിയിൽ അവർക്ക് ദൂരം കുറയുന്നത് കൊണ്ട് ഈ വഴിയാണ് അവർ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ പാലത്തിൻ്റെ ബലക്ഷയം അതിലെത്രത്തോളം ഉണ്ട് എന്നുള്ളത് ജനങ്ങളുടെ ആശങ്കയായിരുന്നു. ഹെവി വെയിറ്റുള്ള വാഹനം, വലിയ വലിയ കണ്ടെയ്നറുകൾ അടക്കമുള്ള വാഹനങ്ങൾ ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാഗത്തുള്ള പ്രദേശത്തേക്കുള്ള ആളുകളെ ഭയാശങ്കയിലാക്കിയിരുന്നു. കാരണം ഏത് നിമിഷവും അത്, കാരണം പാലത്തിൻ്റെ അടിയിലും അതുപോലെ തന്നെ സൈഡിലൊക്കെ ഫില്ലറിനൊക്കെ പൊട്ടുകളുണ്ട്. മാത്രമല്ല കുത്തൊഴുക്ക് വന്നിട്ട്, പുഴയിലുള്ള കുത്തൊഴുക്ക് വന്നിട്ട് പാലത്തിൻ്റെ അടിഭാഗം, ഫില്ലറിൻ്റെ അടിഭാഗവും തകർന്നുകൊണ്ടിരിക്കുന്ന, ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. പാലത്തിൻ്റെ കാലപ്പഴക്കം കൊണ്ട് തന്നെ പല ഭാഗങ്ങളും പാലത്തിൻ്റെ ദ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഉദ്യോഗസ്ഥന്മാർ വന്നവർക്ക് ബോധ്യപ്പെട്ടു. ഏതായാലും അടിയന്തരമായി അത് പാലം പുതുക്കി പണിയണമെന്നാണ് പ്രദേശത്തുകാരുടെ ആവശ്യം. കാരണം ഏറെ പഴക്കം, 65 വർഷത്തോളം പഴക്കമുണ്ട് എന്ന് പറഞ്ഞ ആ പഴയ കാലത്തുള്ള ആ ഒരു ഉറപ്പിൽ അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലഘട്ടത്തിലൂടെ വാഹന പെരുപ്പം കൂടും. അതുപോലെ തന്നെ ഭാരമുള്ള വാഹനങ്ങൾ ഇതിലൂടെ യാത്ര കൂടുതൽ വരും. അപ്പോൾ അതൊക്കെ വരുമ്പോൾ സത്യത്തിൽ ഈ പാലത്തിന് യഥാർത്ഥത്തിൽ വരികയാണെങ്കിൽ അതിൻ്റെ ബലം കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ തന്നെ പാലത്തിൻ്റെ അടിഭാഗത്ത് ഫില്ലറിനൊക്കെ ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല കൈവരി വളരെ ഉയരം കുറവാണ് ഇപ്പോൾ. അതൊന്നും കൂടി ഉയർത്തി ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ അപ്രോച്ച് റോഡ്, പാലത്തിൻ്റെ തിരുവരങ്ങാടി ഭാഗത്തു നിന്നുള്ള വരുന്ന റോഡും മൂന്നിയൂർ ഭാഗത്തേക്ക് കിടക്കുന്ന റോഡും വീതി കൂട്ടി, ആ മൂന്നിയൂർ ഭാഗത്തു നിന്നുള്ള ഒരു കുത്തനെയുള്ള ഒരു ഇറക്കം പാലത്തിനോട് ചെന്നൊരു ചാടുന്നൊരു അവസ്ഥയുള്ളത്. അത് മാറ്റി കുറച്ച് ഉയർത്തിക്കൊണ്ട് ആ വളവ് തീർത്ത് പാലത്തിൻ്റെ ഏകദേശം ഒരേ രീതിയിലാക്കാനുള്ള ശ്രമം കൂടി ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അതിൻ്റെ പ്രപ്പോസൽ തയ്യാറാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തുള്ള ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നാണ് പ്രധാനമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, അതുപോലെ തന്നെ ചീഫ് എഞ്ചിനീയർ, എല്ലാ ആളുകൾക്കും, വാർഡ് മെമ്പർ അടക്കമുള്ള, സംസ്ഥാന അടക്കമുള്ള ആളുകൾ, ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകളെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ നിവേദനങ്ങൾ അയച്ചിട്ടുണ്ട്. അതിന് മന്ത്രി അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് അതിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പരിശോധിക്കുന്നതിന് വേണ്ടി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുത്ത നിവേദനങ്ങൾക്ക് ഫലമായിട്ടാണ് ഇന്ന് ഉദ്യോഗസ്ഥന്മാർ, മഞ്ചേരി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും തിരൂർ PWD അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും പരപ്പനങ്ങാടിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അടക്കമുള്ള 3 അംഗ സംഘം ഇന്ന് പാറക്കടവ് പാലം സന്ദർശിച്ചു. അതിൻ്റെ പോരായ്മകൾ ബന്ധപ്പെട്ട ആളുടെ ശ്രദ്ധയിൽ എടുക്കുന്നതിന് വേണ്ടി അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കാര്യങ്ങൾ ബന്ധപ്പെട്ട MLA-മാരുടെ കൂടി ശ്രദ്ധയിൽ ഉണ്ടാവേണ്ടതുണ്ട്. പരപ്പനങ്ങാടി, തിരൂരങ്ങാടി മണ്ഡലത്തിൻ്റെയും പള്ളിക്കുന്ന് മണ്ഡലത്തിൻ്റെയും MLA-മാരുടെ അടിയന്തരമായ ശ്രദ്ധ ഈ പാറക്കടവ് പാലത്തിലേക്ക് ഉണ്ടാവണം എന്നുകൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്.